വളർന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. BSc സൈക്കോളജി സ്റ്റുഡൻ്റായ ആൽവിൻ ജോൺ പ്രകാശ്. ആൽവിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ എന്താണെന്ന് തന്നെ നമുക്കൊന്ന് ഇലാബറേറ്റഡ് ആയി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാളുടെ ചിന്തയുടെ, മനോഭാവത്തിൻ്റെ, അയാളിൽ അടങ്ങിയിരിക്കുന്ന സത്വപരമായിട്ടുള്ള കാര്യങ്ങളുടെ, അതിനേക്കാൾ ഉപരിയായിട്ട് അയാളിൽ ഉണ്ടാകുന്ന ബാഹ്യ പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുകയാണ് നമ്മൾ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമഗ്രതയാണ് വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമഗ്രത, അല്ലെങ്കിൽ അയാളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സമഗ്രത. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇതിനൊരു ആത്മീയ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന കൃപകളെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ജീവിതം തിരികെ കൊടുക്കലാണ് വ്യക്തിത്വം എന്ന് പറയും. ഇപ്പം നമുക്കൊരിക്കലും ഒരു വ്യക്തി കണ്ടിട്ട് നമ്മുടെ ഒരു അഭിപ്രായമാണ് അയാൾ നല്ല വ്യക്തിയാണ് അല്ലെ ചീത്ത വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന് പൂർണ്ണമായിട്ടും ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് നിർണ്ണയിക്കപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരിയേറെ ഡെഫിനേഷൻസ് നമ്മൾ സൈക്കോളജിയിലും അവിടെ അതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രതയുടെ പൂർണ്ണതയാണ് നമ്മൾ വ്യക്തിത്വം എന്ന് പറയുന്നത്. നല്ല വ്യക്തിത്വമുള്ള ഒരു ഗുണങ്ങൾ, ആ വ്യക്തിത്വമുള്ള ഒരാളുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓരോരുത്തരിലും അവരവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട് അല്ലേ. ഇപ്പോൾ ടീച്ചറിൻ്റെതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്, ആൽവിൻ്റെ ഒരു വ്യക്തിത്വമുണ്ട്. അപ്പം നമ്മൾ വ്യക്തിത്വത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു പോസിറ്റീവായിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുക, അല്ലെങ്കിൽ സാഹചര്യങ്ങളോട് അനുരൂപപ്പെടുവാനുള്ള ഒരു കഴിവിനെ നമ്മൾ നല്ലൊരു വ്യക്തിത്വം എന്ന് നമ്മൾ പറയും. കാരണം ഒരു കുട്ടി ആയിരിക്കുമ്പോൾ കുട്ടി ഒരിക്കലും മുതിർന്ന ഒരാളെ പോലെ പെരുമാറണമെന്നോ ചിന്തിക്കണമെന്നോ അങ്ങനെ ഇടപെടണമെന്നൊന്നും നമ്മൾ പറയില്ല. ആ കുട്ടിയുടെ, അതായത് നമ്മൾ കാണുന്ന ഒരു ഫ്രെയിമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം ഞാൻ ഒരാളെ നോക്കുമ്പോൾ എൻ്റെ ഫ്രെയിമിലൂടെ നമ്മൾ അതിനെ സ്കേമ എന്ന് പറയും, സൈക്കോളജിക്കലായിട്ട് സ്കേമ എന്ന് പറയും. അതായത് കുഞ്ഞുനാളിലെ തൊട്ട് നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഇന്നതാകണം എന്ന കുറേ ഡെഫിനിഷൻസ് ആണ്, അതിൻ്റെ നിർവചനങ്ങളാണ്. അപ്പം അതിലൂടെ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് ഒരു വ്യക്തി നല്ലതാണ് ചീത്തയാണ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു യൂണിവേഴ്സൽ ട്രൂത്തായിട്ട് പറയുമ്പോഴത്തേക്കും എപ്പോഴും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഫ്ലെക്സിബിൾ ആകാനുള്ളൊരു കപ്പാസിറ്റിയും സ്ഥല, സാഹചര്യ, ഉത്തരവാദിത്വ, പ്രായ, കാല ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കാനും അതിനോട് പ്രതികരിച്ച് ജീവിക്കാനുമുള്ള ഒരാളുടെ കഴിവിനെയാണ് നമ്മളിപ്പോൾ ഒരു നല്ല വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള നല്ല വ്യക്തിത്വങ്ങളുടെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ചീത്ത വ്യക്തിത്വങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർതിരിക്കുന്നുണ്ട്. സംസ്കാരത്തിനനുസരിച്ച് പോകുന്നുണ്ട്, ജനറേഷൻ അനുസരിച്ച് മാറുന്നുണ്ട്. അതായത് സിസ്റ്റർ, ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ മുതിർന്നൊരു ആളെന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും. പക്ഷേ കുഞ്ഞുങ്ങൾ എന്നുള്ള ഓരോ കാലഘട്ടത്തിലും അവരുടേതായ വ്യക്തിത്വങ്ങളില്ലേ? തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മളായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അല്ലേ. ഇപ്പോൾ ആൽവിൻ കാണുന്നത്, ആൽവിൻ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൽവിൻ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻഷിപ്പ്, അതുപോലെ തന്നെ ഒരു ഏർലി അഡൽട്ട്ഹുഡ്, ആ ഒരു രീതിയിലാണ് അല്ലേ. ഞാൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ അദ്ദേഹം അപ്രോച്ചബിൾ ആണോ, മിണ്ടാൻ പറ്റുമോ, സംസാരിച്ചാൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ബാഹികമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് കൂടുതൽ നോക്കിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാം. ഈ ബാഹികമായിട്ടുള്ള അപ്പിയറൻസ് ആണോ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്? പലപ്പോഴും അത് തന്നെയാണ് ഞങ്ങളുടെ യൂത്ത് ജനറേഷന് കിട്ടുന്ന വലിയൊരു ടാക്കിൽ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വഴി കൂടെ പോയാൽ പോലും അവരുടെ പുറത്തുള്ള അപ്പിയറൻസ് നോക്കിയിട്ട് ഇവൻ പോക്ക, ഇവന് വലിയ പേഴ്സണാലിറ്റി ഒന്നുമില്ല, ഇവൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറയും.
ഇപ്പോൾ കൂട്ടുകാർ വീട്ടിൽ വന്നാൽ പോലും അമ്മമാർ പറയും, ഇവൻ നല്ല ചെറുക്കനാണോടാ, ഇവൻ്റെ കൂടെ നീ കൂട്ടുകൂടിയാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമൊന്നും വരത്തില്ലല്ലോ, നീ പഠിച്ചിട്ടൊക്കെയല്ലേ അവൻ്റെ കൂടെ നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കുന്നത് പോലും ബാക്കിയുള്ളവരുടെ അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു തിങ്കിങ് നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഇവരുടെ ഒരു പ്രായത്തിലുള്ളവർ അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു ബാഹ്യമായ ആ ഒരു കാഴ്ചപ്പാടിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരിലുള്ള നന്മകൾ, അല്ലെങ്കിൽ ഇവർ നല്ലവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരിയേറെ സമ്പർക്ക ഗുണങ്ങൾ കിട്ടും എന്നൊക്കെ ഇവർക്ക് മനസ്സിലാകും. പക്ഷേ നമ്മൾ ഇവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ വെച്ച് ഇവരുടെ ബാഹ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഈ ഒരു ഡ്രസ്സിങ്, വസ്ത്ര കാര്യങ്ങളും എല്ലാം കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയിട്ട് പറയും, അത് ശരിയല്ലെന്ന് തോന്നുന്നു. ബാഹ്യമായിട്ടുള്ള ഒരു രൂപം അതൊരിക്കലും വ്യക്തിത്വമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല അല്ലേ? നമുക്ക് ഒട്ടും ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോ നമുക്ക് നോട്ടത്തിലൊരു മാന്യത കാണുന്ന ഒരു വ്യക്തിയെ നമ്മൾ അടുത്തറിയും തോറും പല അനുഭവങ്ങളും നമ്മൾക്ക് കാണുന്നുണ്ട് അല്ലെ? അതാണ് ചോദിക്കുന്നത്. വളരെ ഒരു കലുഷിതമായ ഒരു അവസ്ഥ തന്നെയല്ലേ? ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെ, ആ വ്യക്തി എത്രമാത്രം നല്ല മനുഷ്യനാണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് മാത്രം നോക്കാനായിട്ട് സാധിക്കുന്നതല്ല. ആൽവിൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത് ഇടപഴകണം. ഒരു വ്യക്തിയുടെ ഗുണം അറിയും. ഇപ്പോൾ സാധാരണ നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറയുന്നത് പോലെ, ചില വ്യക്തികളോട് നമ്മൾ കൂടുതലായിട്ട് അടുത്തടുത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വ്യക്തിയുടെ ബാഹ്യരൂപമൊന്നുമല്ല പലപ്പോഴും ഉള്ളിലിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു പരിധിവരെയൊക്കെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ പുറമേയുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ അടുക്കും ചിട്ടയായിട്ടൊക്കെ ജീവിക്കണമെന്ന് തോന്നുന്ന ഒരാൾ, അല്ലെ കാര്യങ്ങൾ കുറച്ചുകൂടി അപ്പീലിംഗ് ആകണമെന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ തന്നെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് നോക്കും. അയാളിൽ തന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു പരിവർത്തനം വരുത്താനായിട്ട് നോക്കും. അപ്പം നമുക്ക് ഒരു ബാഹ്യം പ്രവർത്തനം കണ്ടിട്ടോ അല്ലെങ്കിൽ ബാഹ്യമായ കാര്യങ്ങൾ കണ്ടിട്ടോ അയാളുടെ വ്യക്തിത്വത്തെ ഒട്ടും പറയാൻ സാധിക്കില്ല എന്നും പറയാൻ പറ്റില്ല. എന്നാൽ ബാഹ്യ പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ അയാളുടെ ബാഹ്യ രൂപത്തെയോ കണ്ടുകൊണ്ട് അയാളുടെ വ്യക്തിത്വം ഇന്നതാണെന്ന് പറയാനും സാധിക്കില്ല. അപ്പോൾ അവിടേക്കാണ് നമുക്ക് മനഃശാസ്ത്രത്തിൻ്റെ പോളിസികളും സിദ്ധാന്തങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരാളുടെ ചിന്ത, മനോഭാവം എന്നുള്ളത് പ്രവർത്തനത്തിൽ ബോധ്യപ്പെടുന്നു. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനത്തിൽ ബോധ്യപ്പെടാതിരിക്കാൻ അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയാണ് നമ്മൾ ചിലപ്പോൾ ഈ വ്യക്തിത്വത്തിൻ്റെ മാസ്ക് ധരിക്കുന്നുണ്ട് അവർ, അതായത് മുഖം മൂടി അണിഞ്ഞ വ്യക്തിത്വങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അവരുമായിട്ട്, ഇപ്പോൾ ആൽവിൻ പറഞ്ഞപ്പോഴാണ്, അതായത് സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കൾ എപ്പോഴും ഒരു ബുദ്ധിമുട്ട്, ടെൻഷനാണ്, അവർക്ക് പേടിയോടെയാണ് കാണുന്നത്. കാരണം അവർ ആ ബാഹ്യമായ അവസ്ഥ മാത്രമാണോ കാണുന്നതെന്ന് നിങ്ങളതെങ്ങനെയാണ് അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പത്തിൽ കൊച്ചുങ്ങൾ കുസൃതി കാണിക്കുമല്ലോ. കുസൃതി കാണിക്കുമ്പോൾ അവർക്ക് അവരുടെ പേരൻസ് മേടിച്ചു തരുന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവരുടെ ടേസ്റ്റ്. പക്ഷേ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുറത്തുള്ളവർ എന്താ ചിന്തിക്കുക? അപ്പം നീ എന്ത് ചെയ്യണം, ഞങ്ങൾ പറയുന്ന വസ്ത്രം ഇട്ടിട്ട് നീ നടക്കുമ്പോൾ നിനക്ക് റെസ്പെക്റ്റ് കിട്ടും എന്ന് പറയും. അപ്പോൾ ചെറുപ്പം മുതൽ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സെൽഫായിട്ടുള്ള എന്താണോ അതിൽ നിന്ന് മാറി ഞാൻ സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, സൊസൈറ്റിയിൽ റെസ്പെക്റ്റ് കിട്ടുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. അപ്പോൾ അവിടെ ഒരു മാസ്ക് തന്നെ രൂപപ്പെടുകയാണ്. ഞാൻ എന്താണോ അത് മറിച്ചുകൊണ്ട് സൊസൈറ്റിക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇത് ധരിക്കണം. അപ്പോൾ സൊസൈറ്റിക്ക് അനുസരിച്ചുള്ള റെസ്പെക്റ്റ് എനിക്ക് കിട്ടും. അതിപ്പോൾ എൻ്റെ ബിഹേവിയർ എങ്ങനെയാണെങ്കിലും ഐ ഡോണ്ട് കെയർ. ഓക്കെ, ഇതിനകത്ത് വലിയൊരു പോയിന്റ് ഉണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾ ഒത്തിരിയേറെ കൺഫ്യൂഷനിലേക്ക് വരുന്നൊരു കാര്യമാണ് അത്. ഡിലേമ വരുന്നുണ്ട്. അതായത് ആ കുഞ്ഞിൻ്റെ ഒരു ടേസ്റ്റ്, കുഞ്ഞ് കാണുന്ന കാഴ്ചപ്പാട്, ഒരു ഡ്രസ്സിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് വേറൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ അവൻ ആ ഡ്രസ്സ് മേടിച്ച് കൊടുക്കാൻ പ്രാപ്തിയുള്ളവൻ്റെ മാതാപിതാക്കൾ പറയുന്നത് നീ ഇതിട്ടാൽ മതി. സോ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അവൻ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും മാറ്റിവെച്ചിട്ട് വേറൊരു കാര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച്
അവനെ നല്ലതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവന്റെ മനസ്സിൽ രൂപം കൊള്ളുന്നൊരു കോൺഫ്ലിക്റ്റ് ഇന്ന് ഓക്കെ അനുസരിച്ചേക്കാം, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമാകുമ്പോൾ ഞാൻ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്യും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അഡോളസൻസിൽ ഉണ്ടാകുന്ന റിബലിസം വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു അഡോളസൻസ് കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടിയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് ശ്രമിക്കും. സോ ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ കൊണ്ടുപോയാലും അവനറിയാം എനിക്കത് വേണ്ട, ഇത് മതി, അല്ലെങ്കിൽ അവനോ ഒച്ചയെടുക്കുന്നു, ദേഷ്യപ്പെടുന്നു, അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. സോ അവനതിനെ പ്രതികരിക്കാനായിട്ട് പഠിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മാതാപിതാക്കൾ ഷോക്ക്ഡായി പോകുന്നത്. ഇത്രയും നാള് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ കാഴ്ചപ്പാടിലെ നല്ല വ്യക്തിയായിട്ട് ഇവൻ നടന്നു. പക്ഷെ ഇപ്പോൾ ഇവൻ ആകെ നമ്മൾ തന്നെ അടപടലം മാറിക്കളഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം നമ്മുടെ ഈ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ വ്യക്തിത്വം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് വ്യക്തിത്വമാണ് എന്നെ രൂപപ്പെടേണ്ടത്, എന്താണ് നല്ല വ്യക്തിത്വം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. അപ്പം ഈ കുട്ടികൾക്കും ഇതുണ്ട്, മുതിർന്നവർക്കും ഇതുണ്ട്, ഈ ഏർലി അഡൾട്ട്ഹുഡിലായിരിക്കുന്നവർക്കും ഉണ്ട്. അവർ കുറേ നാളുകളായിട്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു അഭിരുചിക്കനുസരിച്ച് അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൽ നിന്ന് മാറേണ്ട ഒരു കാലഘട്ടം വരുമ്പോൾ അവർ പ്രതികരിക്കാനായിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ പ്രതികരണ ശേഷിയുള്ളവർ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയുടെ ഒരു പ്രഷർ കിട്ടുന്നുണ്ട് നിങ്ങളെ പോലെയുള്ളവർക്ക്, അല്ലെ? അപ്പം ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കുമാണ് ഇവിടെ ഈ വ്യക്തിത്വം എന്താണ്, പേഴ്സണാലിറ്റി, വാട്ട് ഈസ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം രൂപപ്പെട്ടത് എങ്ങനെ, ഏത് രൂപീകൃതമാകുന്നത് ഏത് രീതിയിലാകണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയൊരു വിസ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ബേസിക്കായിട്ട് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നല്ല വ്യക്തി ഏത്, ചീത്ത വ്യക്തി ഏത് എന്ന് നമുക്ക് വേർതിരിച്ച് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഒരു അനലിസ്റ്റിക് മോഡലിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഒരിക്കലും നമുക്കവിടെ നല്ല വ്യക്തിത്വം ചീത്ത വ്യക്തിത്വം എന്നുള്ളതില്ല. എല്ലാവരിലും ഉണ്ടല്ലേ? ഓരോ വ്യക്തിത്വത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതകളുണ്ട്. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു നല്ല വ്യക്തി ഇന്നയാളാണ്, അല്ലെ ചീത്ത വ്യക്തി ഇന്നയാളാണ് എന്ന് പറഞ്ഞൊരു വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വ ഗുണങ്ങളുണ്ട്, ട്രെയ്റ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവർ വളർന്നു വന്ന സാഹചര്യത്തിലുണ്ടായ ചില കാര്യങ്ങൾ ആ വ്യക്തിത്വ വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇന്നത് ശരിയല്ല, ഇന്നത് ശരിയല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള തനിമയുണ്ട്. ആ തനിമയെ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച്, അവരുടെ ഉത്തരവാദിത്വങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന കഴിവിനനുസരിച്ച് ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിനേക്കാൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ വ്യക്തിത്വ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഒന്ന് ജനിതകം, ജനറ്റിക് ആയിട്ടുള്ളൊരു കാര്യം, പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നേച്ചർ ആൻഡ് നർച്ചർ എന്ന് നമ്മൾ പറയും. 50% നേച്ചറാണ്, പിന്നെ 50% നർച്ചറിങ് ആണ്. ഇപ്പോൾ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ ജനിതക സ്വാധീനമാണ്. പറയാം, നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ, നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യക്തിത്വത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ ചില വിശേഷതകളുണ്ട്. അപ്പം അത് നമ്മളിൽ വന്ന് ഭവിക്കും. കാരണം അതാണ് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, മാതാപിതാക്കളിൽ നിന്ന്, ഒരു അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഉള്ള ആ ജനിതകം കൂടിച്ചേരുന്ന നെക്സ്റ്റ്
ഒരു ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റാണ് അടുത്ത വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു അച്ഛൻ്റെ നേരെ കാർബൺ കോപ്പിയോ അമ്മയുടെ നേരെയുള്ള കാർബൺ കോപ്പിയോ അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നു, ഒരു കുഞ്ഞിൻ്റെ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജനിതകപരമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന വേറൊരു സാഹചര്യമാണ് അവൻ ജനിച്ചത് മുതൽ, അല്ലെങ്കിൽ അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന ആ ഒരു സമയം മുതൽ അവൻ വളരുകയാണ്. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പറയും ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടെന്ന് പറയും. പ്രിനേറ്റൽ പീരീഡിലുണ്ട്, പോസ്റ്റ്നേറ്റൽ പീരീഡുണ്ട്, പിന്നെ ജനിച്ച് ഒരു 2 വയസ്സ് വരെയുള്ള കാലഘട്ടം, 5 വയസ്സ് വരെയുള്ള കാലഘട്ടം, ഒരു 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം, അതിനുശേഷം ഒരു 25 വയസ്സ് വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഈ ക്രൂഷ്യൽ പീരീഡ്സ് ആണ് ഇതെല്ലാം. ഇവിടെയെല്ലാം അവന് കിട്ടുന്ന ആ സാഹചര്യങ്ങളുടെ, നമ്മൾ പറയുന്ന വളക്കൂറുള്ള മണ്ണുകളിൽ ഇടുന്ന വിത്തുകൾ എന്ന് പറയുന്നത് പോലെ, ഇപ്പം പാവയ്ക്കയുടെ കുരു നമ്മൾ എത്ര നല്ല വളക്കൂറുള്ള മണ്ണിലിട്ടാലും പാവലാണ് വളരുന്നത്, പാവയ്ക്കയാണ് ഉണ്ടാകുന്നത്. പാവയ്ക്കയുടെ ഒരു അടിസ്ഥാന ഗുണമെന്ന് പറയുന്നത് അതിനകത്ത് കയ്പുണ്ട്, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ വൈറ്റമിൻസും അതിലുണ്ട്. എന്നാൽ ഒരു റോസിൻ്റെ കമ്പ് കൊണ്ട് നമ്മൾ വളക്കൂറുള്ള മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് റോസായി തീരുന്നില്ല, റോസപ്പൂ ഉണ്ടാവുന്നു. പക്ഷെ പൂവിൻ്റെ വലിപ്പം, അതിൻ്റെ കളറ്, അതിൻ്റെ ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത് ആ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെയാണ്. ഈ സ്റ്റഡീസ് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മളുടെ ജനിതക പാരമ്പര്യത്തെയും അല്ലെങ്കിൽ ജനറ്റിക്കായിട്ടുള്ള ചില നേച്ചറിനെയും സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ്, അല്ലെ പരുവപ്പെടുത്താൻ സാധിക്കുന്നതാണ് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ, മൂല്യമുള്ള സാഹചര്യങ്ങൾ, സ്നേഹം, അനുകമ്പ, നമ്മൾ ഒരു KZ7 എന്ന് പറയുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഉണ്ട്. കൈൻഡ്, പിന്നെ കമ്പാഷൻ, കോപ്പറേറ്റീവ്നെസ്, കറേജ് എന്നൊക്കെ പറയുന്ന കുറേ, ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്നതും വളരുന്നതും സാഹചര്യങ്ങളിലാണ്. അപ്പോൾ ഒരു വ്യക്തിത്വത്തിൻ്റെ അല്ലെ ഒരു വ്യക്തിയുടെ വളർച്ചയെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്ന ഘടകം ആദ്യ കാലഘട്ടങ്ങൾ, പിന്നീട് വരുന്ന കാലഘട്ടങ്ങൾ, ക്രൂഷ്യലി ഏജസ് എല്ലാമാണ്. ഇതാണ് പിന്നീട് നമുക്ക് വ്യക്തിത്വം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും കുട്ടികൾക്ക് തന്നെ വ്യക്തിത്വം ഇല്ലേ എന്ന്, അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൽവിൻ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും തോന്നുന്നു, അല്ലേ? ആൽവിനാണ് ഇപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് വളർന്ന് ഒരു യങ് അഡൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ പേരൻസിന് പൊതുവായിട്ടുള്ളൊരു ധാരണയുണ്ട്, കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുക്കണം. ഫുൾ അറ്റൻഷൻ കൊടുത്ത് നമ്മളാണ് ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ആക്കേണ്ടത്. അതും നാളെ പോയി അവൻ നമ്മുടെ ഡെവലപ്പ് ചെയ്ത പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുമെന്ന്. പക്ഷെ അവിടെ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കൊച്ചിന് സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. ആ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പല പേരൻസും മറന്നു പോവുകയാണ്. അപ്പോഴാണ് എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ച് ചെറിയ പ്രായത്തിൽ, തിരിച്ചു പറയാൻ അറിയാത്ത പ്രായത്തിൽ അപ്പനമ്മ പറയുന്ന പോലെ നിന്നിട്ട് സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് പറയാനും കഴിയുന്ന ഒരു പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ സ്വന്തമായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി പുറത്ത് കാണിക്കുമ്പോൾ പേരൻസ് ഇതെങ്ങനെയാണ്, ഇങ്ങനൊന്നല്ലല്ലോ ഞാൻ നിന്നെ വളർത്തിയെ, ഞങ്ങളുടെ പരിപാലനയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പോൾ പേരൻസ് വിചാരിക്കും. അത് ചൂടാവും. അപ്പോൾ കൊച്ചുങ്ങളും പേരൻസും നമ്മളൊരു കോൺഫ്ലിക്റ്റ് അതായി മാറും. ഓക്കെ, വലിയൊരു വാലിഡ് പോയിന്റാണത്. കാരണം ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു അപ്പം ഉണ്ടാക്കിയാൽ പോലെ അത് ഏറ്റവും നല്ലതായിരിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഗുഡായിരിക്കണം, അതിൻ്റെ ഒരു മാക്സിമം പ്രൊഡക്ടിവിറ്റി അതിലുണ്ടാവണം, മാക്സിമം ഗുണഗണങ്ങൾ അതിലുണ്ടാവണം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളുടെ വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കീരിയും പാമ്പും പോലെയാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ ബെസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര കോമ്പറ്റീഷനൊക്കെ നടത്തി കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. പക്ഷേ അവനിലിട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് അവനവൻ ഇടാനുള്ള ചെരുപ്പും അവനവൻ ഇടാനുള്ള ഒരു ഡ്രസ്സിൻ്റെയും കംഫർട്ട്നെസ് ആ ഇടുന്ന മനുഷ്യർക്ക് മനസ്സിലാകും. അപ്പം അവൻ്റെതല്ല ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴാണ് അവനതിനെ പൊട്ടിത്തെറിക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ നോക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരും ഷോക്കാവുന്നുണ്ട്. മക്കളും ഷോക്കാവുന്നുണ്ട്, മാതാപിതാക്കളും ഷോക്കാവുന്നുണ്ട്. മാതാപിതാക്കള്
ഞങ്ങളുടെ വളർത്തിയതിൻ്റെ കുഴപ്പമാണോ? അപ്പം അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആയി. മക്കള് ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്? ഇപ്പം ഞാനാണോ ശരി, ഇവരാണോ ശരി, ഇതിലേതാ ശരി? കൺഫ്യൂഷൻ വരുന്നു. ആ കൺഫ്യൂഷനാണ് നമ്മൾ ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നൊരു കാര്യം. ഇത് പറഞ്ഞപ്പോഴാണ് ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുക? അതെങ്ങനെയാണ് വ്യക്തി രൂപപ്പെടുന്നത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമ്മളൊരു വ്യക്തിത്വ വളർച്ചയിലുണ്ടാകുന്ന, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സമഗ്രമായ വ്യക്തിത്വത്തിന് പല ട്രേറ്റുകളുമുണ്ട്. ഇപ്പം നമ്മൾ ഈ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്ന കാര്യങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ കാണുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും തന്നെ ഒരു വ്യക്തിയിൽ ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ പറയും ചിലപ്പോൾ ഒരു സ്വയം സ്നേഹം, അല്ലെ, അത് ആവശ്യമുണ്ട്. പക്ഷെ അത് അമിതമാവുകയോ അസ്ഥാനത്താവുകയോ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അത് മാത്രമാണ് ആ ഒരു രീതിയിലേക്ക് മാത്രം പോകുമ്പോഴത്തേക്ക് അത് ഒരു ഡിസോർഡറായി. ഇതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് നമ്മളോടൊപ്പം ജീവിക്കാൻ പറ്റുന്ന, ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ സംസ്കാരത്തിൽ ജീവിക്കാൻ പറ്റുന്ന ആ ഒരു അഡാപ്റ്റബിലിറ്റിയിൽ നിന്ന് എപ്പോഴൊക്കെ ആരൊക്കെ മാറുന്നുവോ, ആരൊക്കെ ഡീവിയേറ്റഡ് ആയി പോകുന്നതോ അതിനെയാണ് നമ്മൾ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വേറൊരാൾ ചെയ്തില്ല എന്ന് ഓർത്തിട്ട് അവന് വ്യക്തിത്വ വൈകല്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വ്യക്തിത്വ വൈകല്യത്തിന്, പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അതിന് കാറ്റഗറി ഉണ്ട്. ഇന്ന ലക്ഷണങ്ങൾ ഇന്ന സാഹചര്യങ്ങളിൽ ഉണ്ടായിരിക്കണം. അതിനൊരു പെർവാസീവ് കണ്ടീഷൻ, അതായത് എല്ലാ സ്ഥലത്തും അവൻ വ്യാപരിക്കുന്നത് അതുപോലെ ആയിരിക്കണം. ഇന്ന കാര്യങ്ങളാണ് അവൻ ചിന്തിക്കുന്നത്, ഇതുപോലത്തെ ഒരു മനോഭാവമാണ്. അത് പറഞ്ഞാലാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനെ ഒന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വ്യക്തിത്വ വൈകല്യത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ. പിന്നെ ഈ ജനറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഒരു വ്യക്തിത്വ വൈകല്യം ആ കുഞ്ഞിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് അത് വളർന്നു വരും. പക്ഷെ അത് കറക്റ്റ് ചെയ്യപ്പെടാനായിട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ സാഹചര്യം കിട്ടിയാൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ തന്നെ, അതായത് വ്യക്തിത്വ വൈകല്യമുള്ള ചില ആളുകളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നവരുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു വ്യക്തിത്വ വൈകല്യമുള്ളവരുടെ കൂടെ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത്? സൈക്കോളജിക്കലി പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒരു ദീർഘകാലം ഒരു ഡിസോർഡർ ഉള്ള ഒരാളുടെ കൂട്ടത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും ആ ഡിസോർഡറിൻ്റെ പല പങ്കുകളും അത് പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു പഴയകാല അനുഭവങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ മുൻകാലത്തിലുള്ള ജീവിത അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ക്രോണിക് സ്ട്രെസ്സ് അല്ലെങ്കിൽ പരുവപ്പെടാത്ത രീതിയിലുള്ള ചില മനോഭാവങ്ങൾ ഉള്ളവർ ഇവരെ ഡീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ജീവിക്കുന്നവർ വിക്ടിംസാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓരോരോ പ്രത്യേകമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ചർച്ചയിൽ ഉൾപ്പെടുത്തി ബാഹ്യരൂപങ്ങൾ കണ്ടുകൊണ്ട് ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ ഇന്നതാണ്, അതായത് എൻ്റെ മനോഭാവത്തിൽ വന്ന കുറേ കാര്യങ്ങളിൽ നമ്മൾ അവരെ നിർത്തും. എനിക്ക് വളരെ ഇൻട്രാക്റ്റീവായിട്ട് എനിക്ക് പറയാനായിട്ട് തോന്നിയ വേറൊരു വിഷയം, ഇപ്പം ആൽവിനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, മുടി വളർത്തിയിട്ടുണ്ട് ആൽവിൻ. അപ്പം അതുമായിട്ട് സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ആൽവിൻ പറഞ്ഞേ, ഒരു മുടി വളർത്തുക എന്നൊരു കാര്യം എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാളും നല്ല ആൽവിൻ പറയുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ചെറുപ്പം മുതലേ സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, മുടി നീട്ടാൻ പാടില്ല. മുടി നീട്ടിയ ഇങ്ങനെ വിരലിന് മുകളിൽ വെച്ചിട്ട് വിരലിന് മുകളിൽ മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് ആണ്. അപ്പോൾ ചെറുപ്പം മുതലേ മുടി നീട്ടിയ എന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ ആ സ്ട്രിക്റ്റ് ബൗണ്ടറീസ് കഴിഞ്ഞപ്പോൾ മുടി നീട്ടിയപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മുടി ഇങ്ങനെ നീട്ടി
അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. പിന്നെ ഇതിങ്ങനെ നീട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പുറകിലൊരു ഡേഞ്ചർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ചുറ്റിലുള്ള മാതാപിതാക്കളും ഫ്രണ്ട്സിൻ്റെ മാതാപിതാക്കളും റിലേറ്റീവ്സും എല്ലാവരും എന്നെ നോക്കുന്നത് പറഞ്ഞാൽ ഞാൻ കഞ്ചാവാണ്. അതായത് ഇവൻ ഫുൾ പോയി, നീ ഇവൻ്റെ കൂടെയാണോ നടക്കുന്നതെന്നൊക്കെ ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, ഈ മുടി നീട്ടിയവരെ എല്ലാവരും മോശമായിട്ടുള്ള സ്വഭാവം വെക്കുന്നവരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഒരു സമയം വരെ എനിക്ക് ഇത് കേൾക്കുമ്പോൾ സങ്കടമായിരുന്നെങ്കിലും പിന്നെ എനിക്ക് ദേഷ്യമായിട്ട് മാറി. എന്നെ ഇങ്ങനെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നല്ലോ. അപ്പം ഞാൻ മുടി വെട്ടണം എന്ന് വിചാരിച്ച സമയത്ത് ഒരു വഴി കൂടെ പോകുന്ന ചേട്ടനോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ ഞാൻ മുടി വെട്ടുന്നില്ല. ഞാൻ മുടി നീട്ടിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് സൊസൈറ്റിയിൽ ഒരു നല്ല നെയിം ഉണ്ടാക്കിയതിന് ശേഷം ഈ സൊസൈറ്റിയിലുള്ള ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിന് ഒരു എൻഡ് വരുന്നു. ഞാൻ നല്ല കാര്യം ചെയ്ത് എന്നെ പോലെ നല്ല ഉദ്ദേശത്തോടെ മുടി നീട്ടുന്നവർക്ക് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് അവർക്ക് അനുഭവിക്കാൻ ഇടവരരുതെന്നുള്ളത്. മുടി വളർത്താനുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഇന്ന് സമൂഹത്തിൽ പല ചർച്ചകളും ഉണ്ടാകാറുണ്ട്. ആൽവിൻ ഇനിയും ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ആൽവിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി.